തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബി.ജെ.പി. ഡിവൈഎഫ്ഐ സംഘർഷം. ബി.ജെ.പി. പ്രവർത്തകൻ ആനന്ദ് രാജിന്റെ വീടും കടയും ആക്രമിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മേലാറ്റിങ്ങൽ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ടെമ്പോ ട്രാവലറിന് നേരെയും ആക്രമണമുണ്ടായി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജീഷ്, എപ്പോഴാണ് ഈ സംഭവം? നിലവിലെ സ്ഥിതി ശാന്തമായിട്ടുണ്ടോ? പ്രവിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ആറ്റിങ്ങൽ ഭാഗത്ത് ബി.ജെ.പിയും CPM പ്രവർത്തകരും തമ്മിലുള്ള ഒരു തർക്കം തുടർന്നിരുന്നു. ഈ ആറ്റിങ്ങൽ ഐറ്റിയിലെ ABVP SFI സംഘർഷമാണ് തെരുവിലേക്ക് എത്തിയത്. അതിനുശേഷമാണത് ബി.ജെ.പി. CPM ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് ബി.ജെ.പി. പ്രവർത്തകനായ ആനന്ദ് രാജിന്റെ വീടും അതേപോലെ തന്നെ കടയും അടിച്ചു തകർത്തത് ഒരു അക്രമി സംഘം. വീട്ടിലുണ്ടായിരുന്ന ആനന്ദ് രാജിന്റെ തലയ്ക്ക് കല്ലേറിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് പ്രതികാരമായിട്ടാണ് എന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. അതായത് ഇന്ന് ശ്രീജിത്ത്, അതായത് മുൻ ഡിവൈഎഫ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്, ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസ് അക്രമികൾ അടിച്ചു തകർത്തു. പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ബസ് തകർത്തത്. എന്തായാലും ബി.ജെ.പി. പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ CPMന്റെ കൗൺസിലർ അടക്കം 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രവിത, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകി.